ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എവി ക്രാഫ്റ്റ് മീഡിയ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിത്താറിൻ്റെ അക്വസ്റ്റിക് ഗിത്താർ, ജൂറീസിൻ്റെ അക്വസ്റ്റിക് ഗിത്താർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ സ്ട്രിങ് പൊട്ടിയിട്ടുണ്ട്, ഈ സ്ട്രിങ് പോയി. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് മാറ്റുന്നത്, ഈ സ്ട്രിങ് എങ്ങനെയാണ് മാറ്റുന്നത്, സ്ട്രിങ് ഗിത്താറിൻ്റെ സ്ട്രിങ് എങ്ങനെയാണ് മാറ്റുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് ഗിത്താർ പഠിക്കുന്നതായാലും പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും വളരെ ഉപയോഗപ്പെടുന്നത്, ഇതെങ്ങനെയാണ് സ്ട്രിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗൈസ്, ഇത് ജൂറീസിൻ്റെ ഗിത്താറാണ്. ഇതിൻ്റെ ഈ സ്ട്രിങ് ആണ് പോയത്. ഈ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലോസ്റ്റ് സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ് ആണ് പോയേക്കുന്നത്. അപ്പോൾ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ കട്ടായി പോകുന്ന സ്ട്രിങ് പൊട്ടെന്ന് പറഞ്ഞാൽ കട്ടായി പോകുമായിരിക്കും. ഒന്നേ മിഡിൽ നിന്നോ അല്ലെങ്കിൽ എൻഡിൽ നിന്നോ കട്ടായി പോവുകയായിരിക്കും. അപ്പോൾ ശരിയാക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ ഇത് ഈ സ്ട്രിങ് റിമൂവ് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തവും 6 സ്ട്രിങ് ഉണ്ട്. അതായത് ഇ, ബി, ജി, ഡി, എ, ഇ. ഇതിന് ഓരോരുത്തരും വ്യത്യസ്തമായ സൗണ്ട് ആയിരിക്കും. അത് വെച്ചാൽ മോഡുലേഷൻ വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ട്രിങ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഒന്നീ ഇവിടെ ഒരു ലോക്ക് കാണും. ഇപ്പോൾ ലോക്ക് അൺലോക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ ലോക്ക് അൺലോക്ക് ആയില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു കോമ്പസ് അല്ല, ഡിവൈഡർ കാണും. ഡിവൈഡർ അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് ഇവിടുന്ന് പതുക്കെ ഒന്ന് ആക്കുമ്പോൾ പോരും. അതിൻ്റെ കൂടെ ഇത് വെച്ച് ഇങ്ങനെ ആക്കുമ്പോൾ അൺലോക്കായി പോരും. അങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് സ്ട്രിങ് മാറ്റുക. ഏത് സ്ട്രിങ് ആണോ ആ സ്ട്രിങ് മാറ്റുക ഗൈസ്. എന്നിട്ട് ന്യൂ സ്ട്രിങ് ഉണ്ട്, പുതിയ സ്ട്രിങ് ഉണ്ട്. ഈ സ്ട്രിങ് ഇതേ സെയിം ഹോളിൽ കൂടെ ഇടുക. ഇട്ടതിന് ശേഷം ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആദ്യമേ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കണം. ഓക്കെ, പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൂടെ നമ്മൾ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഇതേപോലെ പൊസിഷൻ ചെയ്ത് വെക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഗൈസ്, ഫ്രണ്ട് പൊസിഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ അധികം വരും. അപ്പോൾ നമുക്ക് വേണ്ട എത്രയാണോ അത് വെച്ചായിരിക്കും ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എടുക്കുന്ന 1.5 എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ സ്ട്രിങ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ 1 ആയിട്ട് അസ്യൂം ചെയ്തു. 1 എന്നിട്ട് 1.5 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പൊസിഷൻ ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുക. അത് ആവശ്യമില്ലാത്ത പാർട്ട അത്രയും മതി. എന്നിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നെയ്റ്റ് കളറോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു സിസേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത്രയും നമുക്ക് പൊസിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എൻഡ്, സ്ട്രിങ്ങിൻ്റെ എൻഡ് ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ആ സ്മോൾ ഇയുടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അതിൻ്റെ ഡയറക്ഷനുള്ള സ്ട്രിങ് ടൈറ്റ് ആക്കാനുള്ള. അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ സ്ട്രിങ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ഫ്രെറ്റിനകത്ത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ വെക്കണം. വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സ്ട്രിങ് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ടൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഒരു ഹോളുണ്ട്, ഈ സൈഡിലൊരു ഹോള് കാണുന്നില്ലേ? ഈ ഹോളിലേക്ക് ഇവിടുന്ന് സ്ട്രിങ് ഒരു ബെൻഡ് കൊടുത്തതിന് ശേഷം അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രിങ് ടൈറ്റ് ആവുന്നതാണ്. കാണിച്ചു തരാവേ. ഇപ്പോൾ കണ്ടോ, ഇത് കറങ്ങുന്നുണ്ടോ? അപ്പോൾ ഇതേപോലെ ഓക്കെ ഗായ്സ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്ട്രിങ് കൃത്യമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്.
എല്ലാ സ്ട്രിങ്ങും നമ്മൾ ഇത് ചെയ്യുന്നതിന് നമ്മൾ ഗിത്താർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെങ്ങനെ ഗൈസ് ഗിത്താർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ഉപയോഗശേഷം എല്ലാ സ്ട്രിങ്ങും നമ്മൾ ലൂസാക്കണം. ഒരിക്കലും ടൈറ്റ് ചെയ്ത് നമ്മൾ ഇത് പാക്ക് ചെയ്ത് വെക്കരുത്, ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെക്കരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ സ്പ്രിങ്ങിന് കേട് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം സ്പ്രിങ്ങിനകത്ത് നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ലൂസ് ചെയ്യണം. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ലൂസ് ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ള ഓരോ സ്പ്രിങ്ങും നമ്മൾ ലൂസ് ചെയ്ത് വെക്കണം. ലൂസ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ഇത് കൃത്യമായിട്ട് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വേറെ ഒരു ഇതുമില്ല. നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിങ്ങിലും ഫ്രെട്ടിലും ഒരിക്കലും നമ്മൾ ഡസ്റ്റ് കയറാതെ നോക്കുക. ഡസ്റ്റ് കയറാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ നമ്മളൊന്ന് ഒരു ക്ലോത്ത് വെച്ച്, നല്ല മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ട്, ആ ക്ലോത്ത് വെച്ച് നമ്മൾ തുടച്ചതിനെ വൃത്തിയായ ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. കാരണം ഇത് ദൈവികമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല, ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ കുഴപ്പം. നമ്മൾ ഗിത്താർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി ഇതാണ്. പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സ്ട്രിങ്ങിനെ വലിച്ച് നമ്മൾ ടെൻഷൻ കൂട്ടി ചെയ്യരുത്. സ്ട്രിങ്ങിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചെയ്യാതെ തന്നെ ഒരു മിനിമലിസ്റ്റിക് രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് സ്ട്രിങ് ടെൻഷൻ ഏറ്റവും കൂടുതൽ ചെയ്യുകയാണെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത്. അതേപോലെ ഞാനിതെല്ലാം ലൂസാക്കി തന്നെ വെച്ചേക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എങ്ങനെയാണ് സ്ട്രിങ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതേപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഗിത്താറുമായിട്ടുള്ള സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഗൈസ്, പുതിയ വീഡിയോ വരുന്നതായിരിക്കും. ബൈ.